ഹലോ ഗൈസ്, ഇറ്റ്സ് മീ യോഗോ ലെജൻഡ് ഗൈസ്. ഇന്നാണെങ്കിൽ ഞാൻ ഇത് കുറേ നാളുകൊണ്ട് കളിക്കണമെന്ന് വിചാരിച്ച ഗെയിമാണ് റോബ്ലോക്സ് റൈവൽസ്. ഇപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് ഞാൻ കളിക്കുന്നത്. എൻ്റെ പേര് അഭിഷേക് എന്നാണ്. ഓക്കെ, ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ റൈവൽസിൽ ന്യൂബാണ് ഗൈസ്. എനിക്ക് റൈവൽസിൽ വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ പ്രോയാണ്. മുമ്പ് ഈ വീഡിയോ എടുത്തതൊരു 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ മുമ്പായിരിക്കും. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും നോക്കാം. സ്നൈപ്പർ വെച്ച് ഹെഡ് ഷോട്ട് അടിക്കാം. അവൻ്റെ ജമ്പ് പാഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കാരണം അവൻ ചാടുന്നു നോക്ക്. ഒയ്യോ, അവൻ കമ്പ്യൂട്ടർ പ്ലെയറാണ്. കമ്പ്യൂട്ടർ പ്ലെയേഴ്സിനെ അറിഞ്ഞൂടെ, അവരൊക്കെ ഭയങ്കര സീനാണ്. പക്ഷെ ഞാൻ മൊബൈൽ പ്ലെയറാണ്. എന്തായാലും അവൻ ഭാഗ്യം കേസ്. അയ്യോ, സ്നൈപ്പ്. അവൻ ഇപ്പോൾ 2 കുലി. ഓക്കെ, എനിക്ക് 1 കില്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, അവനെ ഒന്നും കൂടെ സ്നൈപ്പ്. അവൻ എന്തൊക്കെ പറയണുണ്ട്, ഞാൻ നോക്കണില്ല. ഓക്കെ, ഞാൻ വീണ്ടും സ്നൈപ്പർ തന്നെ എടുത്തു. ഞാൻ എന്തിനു വീണ്ടും ഇത് ഗണ്ണ് മാറ്റാൻ വേണ്ടി പോയി. ഓക്കെ, ഫ്ലെയർ എടുത്ത് പൊട്ടിക്കാന്ന്. പക്ഷേ അവൻ ഇപ്പം ഇങ്ങോട്ട് നടന്ന തലയിൽ കൊണ്ടത്. തലയിൽ ഇപ്പം അവൻ കൂടിയതിന് അവൻ ഞാൻ നോക്കാത്ത സമയം അവൻ ടൈം ചെയ്താണ് കേട്ടോ. അവൻ വരണ. ഫ്ലെയർ ഉണ്ട്. ഗേസ് ഫ്ലെയർ. അവനെ അടിച്ചെന്ന് തോന്നുന്നു. ഗേസ് ഒരു ഫ്ലെയർ അവനും കൊടുത്തിട്ടുണ്ട് ഗേസ്. ഓക്കെ, ഒരടിയും കൂടെ മതി. ഒരടിയും കൂടെ മതി. ഓക്കെ, വീണ്ടും അവന് ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. അവൻ നൈഫാണോ അതെന്തിനു പോകാനത് എന്തോ വെച്ച് അവൻ ഇത് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഗ്രനേഡാണോ അത്? ഓക്കെ, അവൻ അവിടെ ഇരിക്കുന്നു. എനിക്കിഷ്ടം ചെയിൻസോയാണ്, പക്ഷെ എനിക്കിപ്പം ചെയിൻസോ ഇഷ്ടമില്ല. ഇപ്പം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്പിയറാണ്. അപ്പോൾ അവിടെ ആ സൈഡിൽ നിൽക്കാം. കൊണ്ടില്ല. ഓക്കെ ഗൈസ്, ഐ വോൺ അഗെയിൻ. ഞാൻ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് വൈ. അവെന്തോ ബ്രോ യൂസ് ഗൺ. ഗണ്ണ് ഉപയോഗിക്കാൻ പറയണം. ഗണ്ണല്ലടാ ഞാൻ ഉപയോഗിക്കണം. പിന്നെ ഞാൻ എന്തോ ഉപയോഗിക്കണില്ല. ഞാൻ പൊട്ടാസാവും ഉപയോഗിക്കണം. ദീപാവലിക്ക് പൊട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ഓട്ടോ എയിമാണ്. അത് അവന് അറിഞ്ഞുകൂടാ ഗേസ്. ഇപ്പം ഇവൻ കാണുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓട്ടോ എയിമാണ്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്കും ആദ്യം അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴാണ് എനിക്കത് അറിയാവുന്നത്, ഓട്ടോ എയിമുള്ള കാര്യം. ഓക്കെ, ഞാൻ എന്തായാലും അവൻ്റെ കൂടെ പറഞ്ഞിരിക്കണം ഞാൻ എയിം ബോട്ടല്ലെന്നാണ് പറഞ്ഞിരിക്കണത്. പക്ഷേ ആരൊന്നോ ഒരു ഫ്ലെയർ പൊട്ടിക്കാം. ഓക്കെ, ചെയിൻസോ അടിച്ച്. ഓക്കെ, എനിക്ക് 3 കീസ് കിട്ടിയിട്ടുണ്ട്. AFK. അവൻ AFK ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ആ മണ്ടൻ പറയണമായിരുന്നു. ഷൂട്ട് ചെയ്ത ഇത് കണ്ടായിരുന്നോ? ഞാൻ ഓട്ടോയും വന്നിട്ട് ഹീസ് പ്രോ അറ്റ് ദിസ് ഗെയിം. പക്ഷെ ഞാൻ ജയിച്ചുള്ളൂ. ദാറ്റ്സ് വൈ ഐ ആം ലെജൻഡ് ഗൈസ്. ഓക്കെ, നമുക്ക് ക്രോയോ ഉണ്ടെന്ന്, കാരണം ക്രോയോ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ നമ്മളവിടെ കയറിയില്ല. അവൻ വേറെ ആരോടെ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 1 വിൻ സ്ട്രീക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ക്രോയോനെ വിളിച്ചിട്ടുണ്ട്. ക്രോയോ അഭിഷേകിൻ്റെ കൂട്ടാണ്. പക്ഷേ അവൻ ഇപ്പം ഓക്കെ, നമുക്ക് എന്തായാലും ജോയിൻ ചെയ്യാം. ഓക്കെ, അഭിഷേകിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവനെ മാറി കൂടെ അങ്ങോട്ട്. ഓക്കെ, ഓട്ടോ വിടുന്നുണ്ട്. അഭിഷേക് വിടുന്നുണ്ട് ഓട്ടോ. ലെറ്റ്സ് ടീം അപ്പ്. ഓക്കെ, എൻ്റെ ഇഷ്ടപ്പെട്ട മാപ്പ് സ്പ്ലാഷാണ്. കാരണം അവിടെ നിന്ന് ഒറ്റയടിയിൽ നമുക്ക് കൊല്ലാൻ പറ്റും. മറ്റേ സാധനം വെച്ച്, അതൊരു സ്നൈപ്പർ വെച്ചിട്ട്. പക്ഷേ അത് അരീനെ ബ്രദർ.
യെസ് അരീനയാണ്. ഓ ഷേ ഓ അവന് ഇൻസെയിൻ മൂവ്മെൻറ്റ്സ് ആണല്ലോ ഗൈസ്. നോക്ക് അവൻ നീങ്ങ ഇത് നോക്കിയാണ്. ഓ കൊല്ലി സ്ലൈഡ് ചെയ്തൊക്കെ. ഓ അവൻ നൈഫ് ചെയ്യാനാണോ? ഓക്കെ അവനെ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. ആ അയ്യോ എൻ്റെ ഫ്യൂല് തീർന്ന്. അവനെ ഫ്ലെയർ വെച്ച് ഓടി. അയ്യോ ഫ്ലെയർ ഇനി ഒന്നേ ഉള്ളൂ. ഓക്കെ ഷൂട്ട് ബഡ്. ഓക്കെ അഭിഷേക് അവനെ ടേക്ക് ഡൗൺ അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ അഭിഷേക് അവനെ കൊന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഞാൻ ഇവിടെ ഒന്ന് സ്നൈപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ ശേഷ് അവൻ തന്നെ നമുക്ക് സമ്മാനം തന്നാണെങ്കിൽ ജംപ് പാഡ് തന്നിട്ടുണ്ട്. അത് വെച്ച് ചാടിയൊക്കെ വെടിയേക്കാം. പക്ഷേ എനിക്കത് ജംപ് പാഡിൻ്റെ കുറച്ച് എനിക്കിപ്പോൾ 5 ഷാഡ് കിട്ടിയിട്ടുണ്ട്. ഓ അബി നിൻ്റെ കയ്യിലാണ് എൻ്റെ വിശ്വാസം. നീ ചെയ്യാൻ നോക്കണം. ചത്തോ? ഇല്ല. ഓക്കെ ഒരുത്തന അയ്യേ മറ്റോ. ഓ ഹെൽനാ നമുക്ക് റോക്കറ്റ് ലോഞ്ചറാണോ നല്ലതെന്ന് ചോദിച്ചാൽ അല്ലെന്നേ ഞാൻ പറയൂ. കാരണം റോക്കറ്റ് ലോഞ്ചറൊക്കെ ഉപയോഗിക്കണ കൊച്ചു പിള്ളേർ കൊട്ട് അങ്ങനെയല്ല. പക്ഷേ ഞാൻ ഉപയോഗിക്കാൻ കാരണം യുവമാർ മറ്റേ റൈഫിൾ സ്പാമേഴ്സ് റൈഫിൾ ഞെക്കി അങ്ങ് പിടിക്കുകയാണ്. ഓക്കെ അസിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കൊല്ലു. ഓക്കെ എലിമിനേറ്റഡ്. ആ എന്തോ കേസ് എനിക്ക് വായിക്കാൻ വയ്യ. ഓക്കെ എനിക്ക് ബോയും ഡാഗറൊക്കെ ഉണ്ട്. പക്ഷേ ഡാഗറിൻ്റെ ഉപയോഗം എനിക്കിപ്പോൾ ഇതാണ് എൻ്റെ റൈഫിളിൻ്റെ സ്കിന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഫയറി ലുക്കൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ എനിക്ക് ഇനി ഇടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഇടാൻ പറ്റൂല. ഞാൻ പിന്നീട് ഇടാൻ നോക്കാം. ഈ ഡാഗറിൻ്റെ ഉപയോഗം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ഇങ്ങനെ ഞെക്കി എന്നിട്ട് അതിൽ ഒരു ഇതുപോലും അവൻ്റെ ബെർത്ത് കൊള്ളൂ. നമ്മൾ ഞെക്കണവൻ്റെ ബെർത്ത് കൊള്ളൂല. അതെന്താണെന്ന് ചോദിച്ചാൽ ആരൊന്നോ ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഡാഗേഴ്സും വലുതായിട്ട് ഇഷ്ടമില്ല. എനിക്ക് തോന്നണ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതായിരിക്കും, ഡബിൾ ജമ്പ് ചെയ്യാനായിരിക്കും. ഇതെന്തിനാണ് ഞാൻ ഇപ്പോൾ എടുത്തേ? എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഇത്. ഓക്കെ അവനെ ഹിറ്റ് ചെയ്താ? ഇല്ല അവനെ അവൻ വെടിയാണ്. ഓക്കെ അവനെ ബോ വെച്ച് ഷൂട്ട് ചെയ്യാം ഗൈസ്. ബോ വെച്ച് അവൻ്റെ തല അവൻ്റെ ബാക്ക് ഹെഡിൽ കൊടുക്കാം ഗൈസ്. ഓക്കെ കൊട്. എനിക്ക് ഇതിൽ സ്പ്രേ അത്തറൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പ്രേ വെച്ച് തന്നെ അടിക്കാം. ഓക്കെ ദോ പറഞ്ഞു അഭിഷേക്. അയ്യോ ഞാൻ മാത്രമേ. അഭിഷേക് ചത്തുപോയാ? അയ്യോ ഓക്കെ ഒരുത്തനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അഭിഷേക് അവിടെ ഇരുന്ന് മറ്റേ എന്തൊരു കമാൻഡർ പറയുന്നുണ്ട്. നൈസ് ബ്രോ. ഇവിടെ ഞാൻ പെടാപ്പാട് ഇടുന്നു. ഞാൻ തോറ്റു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ ജയിക്കും. കാരണം വി ആർ പ്രോസ് ഗൈസ്. അവൻ്റെ ലെവൽ എത്ര അഭിഷേകിന്? 40. അന്നേ അവൻ പ്രോ ആയിരുന്നു. 48. അവൻ ഇപ്പം ചാടാൻ വയ്യവൻ. എൻ്റെ കാലിപ്പോൾ ഒടിഞ്ഞ മറ്റവൻ കൊന്ന. ഓക്കെ നമുക്ക് സ്കോപ്പ് വഴി നോക്കാം. ഓക്കെ right now I will crash out. എനിക്കിത് ജയിക്കും കാരണം നമ്മൾ പ്രോളല്ലേ. എനിക്ക് തോന്നണ ഏറ്റവും കൂടുതൽ DMG നമ്മളല്ലേ. എതിർ ടീമിൽ അവനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ DMG. സെക്കൻഡ് ഞാനാണ്. അല്ലെങ്കിൽ ഞാൻ ഡാമേജ് ഉണ്ടാക്കാൻ ഞാനായിരുന്നു പുലി. എന്തൊക്കെ പറയാം. അവനെ ഒരു ഹിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഞാൻ പറയാം ഒരു ഹിറ്റ് മതി. അത് കാരണം അത്രയ്ക്ക് അടുത്താണെങ്കിൽ റോക്കറ്റ് ലോഞ്ചറാണ് ബെസ്റ്റ്. കാരണം ഈ ഗെയിമിൻ്റെ ഓണേഴ്സ് നോസ്നിയൊക്കെ ഇപ്പം ഇതിനാണ് പവർ കൂടുതൽ കൊടുത്തേക്കണം, ഈ റോക്കറ്റ് ലോഞ്ചറിന്. അതിന് മുമ്പ് ഇതായിരുന്നു ഭയങ്കര പവർഫുള്ളായിട്ടുള്ളത്. ഓക്കെ
നമ്മളെന്നെ ജയിച്ചു, ഞാൻ പറഞ്ഞില്ലേ. എന്ന് വെച്ചാൽ അതിന് മുമ്പ് മറ്റേ എന്തൊരു സ്നൈപ്പറിനായിരുന്നു ഏറ്റവും പവർ. പക്ഷേ ഇപ്പം നോസിനെ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം റോക്കറ്റ് ലോഞ്ചർ ബഫ്ഡപ്പാക്കി. പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുക ഇത് തന്നെയായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എനിക്കറിയാം. ഇവൻ പോണോ ബൈയൊക്കെ എന്താ? ഒരു മാച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാടാ നമുക്ക്. അവനെവിടെ പോകണമെന്നാണ് പറയണത്. ഐ നീഡ് ടു ഗോ കടയിൽ പോകണമെന്നാണ് പറയണത്. ഓക്കേ, നമുക്ക് വേറെ ആരെങ്കിലും കൂടെ എന്നാൽ കളിക്കാം. ഓക്കെ, അവ ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് ഇറങ്ങി ഗെയ്സ്. അവന് 3 വിൻ സ്ട്രീക്ക്. ഓക്കെ, നമുക്ക് സ്പ്ലാഷ് കിട്ടുമോ എന്തോ. സ്പ്ലാഷ് കൺസ്ട്രക്ഷൻ ഹെലി ഗെയ്സ്, ഹെലി. പക്ഷേ ഇത് നല്ല മാപ്പാണ്, അങ്ങനെ ഞാൻ പറയൂ. കാരണം ഐ ലൈക്ക് ദിസ് മാപ്പ്. പിന്നെ നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വലിയ വലിയ യൂട്യൂബേഴ്സിനെ കണക്ക് ഞാൻ ഇനി റോബക്സ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. എന്തോ പറയുന്നുണ്ടല്ലോ ബ്രോ. എന്തോ ജമ്പ്. ഇവ എൻ്റെ കൂടെ ചോദിക്കണേ ജമ്പ് പാഡ് എവിടെ എന്നാണ് ചോദിക്കണത്. അവൻ എൻ്റെ കൂടെ എന്നുവെച്ചാൽ അവൻ ചോദിക്കണ ഇതിൻ്റെ ഒരിതാണ് ജമ്പ് പാഡ് എവിടെ, അതിൻ്റെ ഷാഡ് എവിടെയെന്നാണ്. അങ്ങനെ ഞാൻ ചോദിച്ച് ചെക്സിൻ്റെ വീഡിയോ ആണോ. കാരണം ചെക്സ് പറഞ്ഞിട്ടുണ്ട്, അതൊരു യൂട്യൂബറാണ്. അവൻ പറഞ്ഞത് ഇത് ജമ്പ് പാഡ്. നീ എന്നോട് ചോദിച്ചിട്ട് അവൻ എന്നെ വീഡിയോ ചോദിക്കണോ? എന്നാ കൊള്ളാലോ എന്നെ. ഞാൻ ഒരിക്കൽ ജമ്പ് പാഡല്ല ജമ്പ് ഷാഡ് എടുക്കാൻ വേണ്ടി അത് ക്രെയിനാണ്. അതുകൊണ്ട് ആ കാണുന്ന മഞ്ഞ ക്രെയിനിൻ്റെ ഏറ്റവും അങ്ങ് ടോപ്പിൽ ഏകദേശം ഈ കൈയിൻ്റെ അവിടെ ഉണ്ടാണെന്നാണ്. എന്താ അവ എൻ്റെ കൂടെ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവ ഒളിച്ചിരുന്ന് എന്നെ വെടിവെക്കാനുള്ള ശ്രമമാണോ അവൻ്റെ. ഇന്നപ്പം കൊന്നു, അന്നപ്പം എന്നെ കൊന്നുതരാം. നീ എവിടെ പോകണ്ട, ഞാൻ കൊന്നിട്ടല്ലേ കാര്യം. അയ്യോ പാവം ഗൈസ്, അവൻ റോക്കറ്റ് ലോഞ്ചർ വെച്ച് ചാടി പൊങ്ങാൻ നോക്കണം മണ്ടൈ. അത് വേണമെങ്കിൽ വേണം, ഡാഗേഴ്സ് വേണം. ഞാൻ അതിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ എനിക്കിപ്പോൾ തന്നെ 5 ഷാഡോളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 5 ഷാഡ്, ഇനി ബാക്കി ഒരു 9 ഷാഡാണ്ട് വേണം. അപ്പോൾ ഇനി ഒരു ബാക്കി ഇതായിട്ട് 3 ഷാഡിനായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കാത്ത. എന്തായാലും 3 ഷാഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതോ സ്റ്റേഷൻ മാപ്പിലും ഉണ്ട്, പിന്നെ കൺസ്ട്രക്ഷനിലുണ്ട്, പിന്നെ ഏതോ ഒരു മാപ്പിലും കൂടെ ഉണ്ട്. പിന്നെ നമ്മളുടെ ആ ലോബിയിൽ തന്നെ കുറേ സംഭവമുണ്ട് ജംപ് ഷാഡ്. ഏകദേശം 3 ജംപ് ഷാഡോളം ഈ ലോബിയിലാണ് ഒളിച്ചിരിക്കണം. ഇവിടുത്തെ ജംപ് ഷാഡ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡാഗർ സ്കൈത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എനിക്ക് 3 ഉണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ആരോന്നോ എനിക്ക് അറിഞ്ഞൂടാ, കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ നൂബായതുകൊണ്ടാണ് എന്തോ എനിക്ക് എടുക്കാൻ പറ്റാത്ത. എന്തായാലും ഇവനെയൊന്ന് കൊന്നിട്ടേ കാര്യം. എനിക്കിപ്പോഴത്തെ ഇഷ്ടപ്പെട്ട വെപ്പൺസ് ഇതാണ്. ഞാൻ അതിപ്പോൾ കളിച്ചിട്ട് കുറച്ച് നാളാവും. ഇനി ഒന്നും കൂടെ ഇതിൻ്റെ വീഡിയോ ഇടണമെന്ന് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി തൊട്ട് അങ്ങോട്ട് റൈവൽസ് ആയിരിക്കും ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറ. ഓക്കെ വെയിറ്റ് ചെയ്യാം. അവൻ അവിടെ നിന്ന് എന്തിനാണ് ഇവിടെ കാണിക്കുന്നത്? 18 ലെവല്. വിചാരിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്ന്. ഓക്കെ, ഇത് പിന്നെ അതുപോലെ ഞാൻ മൊബൈലിലാണ് കളിക്കണതുകൊണ്ട് ചിലപ്പോൾ വല്ലതൊക്കെ അത് വരും. അതുകൊണ്ട് അത് നോക്കണ്ട. അയ്യാ, അവൻ തറയിൽ വീണ് ചത്ത്. ഓക്കെ നമുക്കിവിടെ വയ്ക്കാം. വലിയ റോക്കറ്റ് ലോഞ്ചറും കൊണ്ട് ഈ നൂബി വരുമ്പോൾ നമുക്ക് അവൻ്റെ ഹെഡ് ഷോട്ടിൽ തന്നെ ഹെഡിൽ തന്നെ ഒരു അടി കൊടുക്കണം.
ഇവന് മറ്റേ ക്രെയിനിൻ്റെ മണ്ടയിലാണ് ഇത്തുകൂടെ നല്ല ഇതുള്ളത്. കാരണം നമുക്ക് ക്രെയിനിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സ്നൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, ഇപ്പം നിങ്ങൾ കളിക്കുന്ന മൊബൈലോ പി സിയോ പൊട്ടാറ്റോ മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ അടിയിലോട്ടുള്ളത് കാണാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് എൻ്റെ വേറൊരു മൊബൈലിൽ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവ എവിടെയൊക്കെ ആ ആ ആ ആ ആ എടാ നീ അയ്യാവൻ വീണ്ടും ചത്തേക്കണ്. എനിക്ക് തോന്നുന്നു അവൻ ജംഷാഡിന് വേണ്ടിയാണ് എല്ലാവരും നോക്കിയത്. ഇപ്പം ജംഷാഡ് കിട്ടിയില്ല. ജംഷാഡ് അവിടെ ഞാൻ പറഞ്ഞും കൊടുത്തില്ല. ഇപ്പം ഞാൻ എനർജി പിസ്റ്റലിന് വേണ്ടി ആണ് നോക്കണം. കാരണം എനർജി പിസ്റ്റൽ കുറേ എണ്ണത്തിൻ്റെ കയ്യിലുണ്ട്. അത് നല്ല പവർഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് സാധനം. എനിക്ക് അൺലോക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ബാറ്റിലാക്സ്, കട്ടാന നല്ലതാണെന്നാണ് എനിക്ക് തോന്നണം. പക്ഷേ എൻ്റെ 27 കീയെ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് 155 മുകളിലുണ്ട്. പിന്നെ സ്പിയർ എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. എന്തോ ഒരു കൊസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അത് സ്പിയർ എന്തോ കിട്ടി. ഞാൻ ജംഷാഡ് എനിക്ക് ഈ ഗെയിം പ്ലേ ചെയ്തപ്പോൾ എനിക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് അതിന് കൂടുതലുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കാം. അതാണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം എവിടെയൊക്കെ ഉണ്ടെന്ന്. എടുക്കാൻ പെടുന്ന പാടിന് എങ്ങനെയാണ് എന്തോ പ്ലീസ് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിവിടെ എവിടെയെങ്കിലൊക്കെ കുറേ വീഴുമോ? പിന്നെ വേറെ ഇത് തൊട്ടാലും താനെ ചാടണം. ഹൗസ് ദാറ്റ് യു പോസിബിൾ. പിന്നെ അതുപോലെ ഷൂട്ടിംഗ് റേഞ്ച് ഇല്ലെന്നാണ് ഉണ്ടാകുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്തോ സംഭവം? സമ്മർ ഇവൻറ്റോ? അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.